ടെക്സസിലെ മാർഫ എന്ന ചെറിയ ടൗൺ, വൈവിധ്യമാർന്ന ഭൂപ്രകൃതിക്ക് പേരുകേട്ട സ്ഥലം, പ്രകൃതി വിഷപ്പാമ്പുകളുടെ രൂപത്തിൽ കാൽ ചുവട്ടിൽ കെണിയൊരുക്കിയ മരുപ്രദേശങ്ങൾ, കുറച്ചു മാറി മേച്ചിൽപ്പുറങ്ങൾ, അവിടെ നിന്ന് നോക്കിയാൽ ചെറിയ മൊട്ടക്കുന്നുകൾ. അതാണ് മാർഫ. അവിടെ കോയം ബ്രദേഴ്സ് തങ്ങളുടെ വിഖ്യാതമായ നോ കൺട്രി ഫോർ ഓൾഡ് മെൻ ഷൂട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് സംവിധായകർ കട്ടുവിളിച്ചു. ആകാശത്ത് ഉരുണ്ടുകൂടുന്ന കട്ടിപ്പുക കണ്ട് സിനിമാ സംഘം അതിശയിച്ചു, ഭയന്നു. എന്നാൽ ഈതന്റെയും ജോയലിന്റെയും ചുണ്ടുകളിൽ ഒരു ചെറു ചിരിയാണ് വന്നത്. കുറച്ചങ്ങ് മാറി മറ്റൊരു സിനിമാ സെറ്റ്. അവിടെ നിന്നാണ് പുകയുയരുന്നത്. ആളുകൾ പരക്കം പായുകയാണ്. ചിലർ ക്യാമറ ശരിയാക്കുന്നു, മറ്റു ചിലർ പ്രോപ്പുകൾ പരിശോധിക്കുന്നു, വേറെ ചിലരാകട്ടെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. ആ തിരക്കിനിടയിൽ ഒരാൾ മാത്രം അനങ്ങാതെ ശാന്തനായി നിൽക്കുന്നു. അയാളുടെ ചുണ്ടിൽ ഒരു അമേരിക്കൻ സ്പിരിറ്റ് അതിലും ശാന്തമായി പുകഞ്ഞു. ആ നീലക്കണ്ണുകളിൽ ഡാനിയൽ പ്ലെയിൻ വ്യൂവിന്റെ എണ്ണഖനി നിന്നു കത്തി. ഒപ്പം ക്യാപിറ്റലിസവും ദുരയും മനുഷ്യന്റെ അധികാരത്തോടുള്ള അടങ്ങാത്ത ആർത്തിയും. ഇതാണ് സീൻ. തന്നോടെന്ന പോലെ അയാൾ പറഞ്ഞു. ആ നിമിഷം താൻ ദൈവസമാനനാണെന്ന്, അല്ല ദൈവമാണെന്ന് അയാൾക്ക് തോന്നിക്കാണണം. കാരണം താൻ സൃഷ്ടിച്ച ഒരു മനുഷ്യന്റെ അഭിലാഷങ്ങൾക്കാണ് അയാൾ അപ്പോൾ തീയിട്ടത്. ആ കഥാപാത്രത്തിന്റെ വിധിക്ക് കുറുകെയാണ് അയാൾ ഡയറക്റ്റഡ് ബൈ പോൾ തോമസ് ആൻഡേഴ്സൺ എന്ന അടിവരയിടാൻ പോകുന്നത്. PTA എന്ന പോൾ തോമസ് ആൻഡേഴ്സന്റെ കഥ ആരംഭിക്കുന്നത് 60കളുടെ തുടക്കത്തിലെ ക്ലീവ്ലൻഡിലാണ്. ആ കാലത്താണ് അവിടുത്തെ ഒരു ലോക്കൽ TV സ്റ്റേഷൻ കുറച്ചധികം ഹൊറർ പടങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. ഈ പടങ്ങൾ അവതരിപ്പിക്കാൻ ഒരു അവതാരകനെയും അവർ തെരഞ്ഞുപിടിച്ചു, ഏണി ആൻഡേഴ്സൺ. അയാൾ ഗോളാർഡി എന്ന പേരിൽ ഒരു ലാബ് കോട്ടും ധരിച്ച് വെപ്പ് താടിയും കൊമ്പുള്ള കണ്ണാടിയും അസബന്ധ ശബ്ദങ്ങൾ നിറഞ്ഞ ഡയലോഗുകളുമായി ആ രാത്രി പടങ്ങൾ അവതരിപ്പിച്ചു. പടങ്ങളെക്കാൾ ഏണി കാണികളുടെ പ്രിയങ്കരനായി. ഈ കക്ഷി ഒരല്പം വിചിത്ര സ്വഭാവക്കാരനാണ്. തവളയുടെ ദേഹത്ത് പടക്കം കെട്ടി പൊട്ടിച്ച ശേഷം അത് ക്യാമറയിൽ പകർത്തുന്ന അത്ര വിചിത്ര സ്വഭാവക്കാരൻ. ആ കാര്യത്തിൽ ഇനി കൂടുതൽ വിശദീകരണം വേണ്ടല്ലോ. ഏണി 2 തവണ വിവാഹിതനായി. അതിൽ രണ്ടാം ഭാര്യ എഡ്വീനയിൽ 3 പെൺകുട്ടികളും നമ്മുടെ കഥാപുരുഷനും ജനിച്ചു. പോൾ ഒരു അച്ഛൻ കുട്ടിയായിരുന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അച്ഛൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം. പക്ഷേ വീട്ടിൽ കാര്യങ്ങൾ സഹോദരിമാർക്ക് അനുകൂലമായിട്ടാണെന്നായിരുന്നു പോളിന്റെ തോന്നൽ. അപ്പോൾ അവൻ നാട്ടിലേക്ക് ഇറങ്ങി. ആള് അത്ര ആരോഗ്യമുള്ള കക്ഷിയായിരുന്നില്ല. പോളിന് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്ന രോഗാവസ്ഥ ഉണ്ടായിരുന്നു. ബ്ലഡിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞാൽ പോളിന് നിലതെറ്റും. ഏത് 6 അടി പൊക്കക്കാരനോടും നല്ല തർക്കുത്തരം പറയും. വേണ്ടി വന്നാൽ ഉള്ള മസിൽ കൊണ്ട് ഒന്ന് സംസാരിക്കാനും ശ്രമിക്കും. അമ്മ എഡ്വീനയുമായി പോളിന് അത്ര സുഖകരമായ ബന്ധമായിരുന്നില്ല. പോളിന്റെ വളർച്ചയെ അവർ നിർവികാരമായാണ് നോക്കിക്കണ്ടത്. ഒരു തണുപ്പമട്ട്. അവൻ അതായിരുന്നില്ല വേണ്ടിയിരുന്നത്. അതുകൊണ്ടായിരിക്കണം അവൻ അച്ഛനിലേക്ക് തിരിഞ്ഞത്. സാൻ ഫെർണാണ്ടോ വാലി പോലെ ഏണിയും PTA സിനിമകളിൽ വന്യമായ ഭാവനയായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഏണിയാണ് പോളിന് ആദ്യ ക്യാമറ സമ്മാനിക്കുന്നത്. പെട്ടിക്കൂട് പോലുള്ള പഴയൊരു ബീറ്റാമാക്സ്. ആദ്യകാല ഫ്രെയിമുകളിൽ നിറഞ്ഞു നിന്നതും ഏണിയുടെ സാഹസങ്ങളാണ്. വീട്ടിലെ പട്ടിയെ കൊണ്ട് ഓറഞ്ഞു വിഴുങ്ങിക്കുക, കുതിരയെ ജഡ്ജാക്കി പാചക മത്സരങ്ങൾ സംഘടിപ്പിക്കുക, അങ്ങനെ പോകുന്നു ഈ വിക്രിയകൾ. പല ആംഗിളുകളിൽ ഇതെല്ലാം പോൾ പടമാക്കി. ഈ തോന്നുംപടി പടം പിടുത്തത്തിന് പോളിന്റെ കൂട്ടുകാരും ഒപ്പം കൂടി. അവർ ഗറില്ല ഫിലിം മേക്കിങ്ങിന്റെ ആരാധകരായിരുന്നു. അതായത് സുഹൃത്തുക്കളിൽ ആരുടെയെങ്കിലും വീട്ടിൽ ഇടിച്ചു കയറി പെട്ടെന്ന് ഷൂട്ട് ചെയ്തു തുടങ്ങും, അത്ര തന്നെ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പഠിത്തത്തിൽ ഉഴപ്പി നടന്നിരുന്ന ആളാണ് പോൾ എന്ന് വിചാരിക്കരുത്. ശരിയാണ്, യൂണിഫോം ഇടുന്നതും സമയത്ത് ക്ലാസ്സിന് ചെല്ലുന്നതും വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മാർക്ക് വാങ്ങുന്ന കുട്ടിയായിരുന്നു പോൾ. ചെറുപ്പത്തിൽ തന്നെ പോളിന് താൻ എന്താകുമെന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാകണം കരോൾ സ്റ്റീവൻസ് എന്ന അധ്യാപികയോട് അവൻ ഇങ്ങനെ പറഞ്ഞത്: മിസ് സ്റ്റീവൻസ്, ഞാൻ പ്രശസ്തനായ ഒരു സംവിധായകനാകാൻ പോകുന്നു. ഞാൻ അക്കാദമി അവാർഡ് വാങ്ങാൻ പോകുന്നു. റോക്കി കണ്ട് ബോക്സർ ആകാൻ ആഗ്രഹിച്ച കുട്ടി അവനിൽ നിന്നും അപ്പോഴേക്കും പടിയിറങ്ങിപ്പോയിരുന്നു. എന്താണ് താൻ എന്നതുപോലെ തനിക്ക് എന്താണ് വേണ്ടത് എന്നതിലും പോളിന് വ്യക്തതയുണ്ടായിരുന്നു. സീനിയർ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അയാൾ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ഇഷ്ടമുള്ളതൊക്കെ ഷൂട്ട് ചെയ്തു. പലതും പാരഡികൾ. അതിൽ വുഡി അലൻ സ്റ്റൈലിൽ സംഭാഷണങ്ങളുള്ള ഒരു ടെർമിനേറ്റർ പാരഡി പോലുമുണ്ട്. ഒരു സീനിന് വേണ്ടി എന്തും. അതായിരുന്നു ആ കൗമാരക്കാരന്റെ ആപ്തവാക്യം. അത് ഇന്നും അങ്ങനെ തന്നെ. 1988 പാരഡി വിട്ട് സ്വന്തമായി ഒരു പടം എടുക്കാൻ പോളിന് ആഗ്രഹം വരുന്നത്. രാത്രി വൈകിയും ഇരുന്ന് കാണുന്ന TV പടങ്ങളും വീഡിയോ സ്റ്റോറിൽ നിന്നും തിയേറ്ററിൽ നിന്നും പരിചയിച്ച സിനിമകളുമാണ് അവനെ മുന്നോട്ട് നയിച്ചത്. അവൻ തൻ്റെ ആദ്യ സിനിമയ്ക്കുള്ള ആശയം സാൻ ഫെർണാണ്ടോ വാലിയിൽ നിന്ന് തന്നെ കണ്ടെത്തി. വാലിയിലെ പോൺ വ്യവസായം. അങ്ങനെയാണ് ദ ഡിർക്ക് ഡിഗ്ലർ സ്റ്റോറി പിറവിയെടുക്കുന്നത്. ആ 30 മിനിറ്റ് സ്യൂഡോ ഡോക്യുമെന്ററി തുടങ്ങുന്നത് ഏണി ആൻഡേഴ്സന്റെ വോയിസ് ഓവറോട് കൂടിയാണ്. ഈ ഷോർട്ട് ഫിലിം ഹോളിവുഡിന്റെ ആനവാതിൽ പോളിന് മുന്നിൽ തുറന്നു കൊടുത്തൊന്നുമില്ല. ആത്മവിശ്വാസത്തോടെ അത് ചവിട്ടി പൊളിച്ചു തന്നെയാണ് അയാൾ അകത്ത് കടന്നത്. അല്ല, പുറത്തേക്ക് അവരെ ഇറക്കിയത്. 1989 പോൾ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി. 2 വർഷം സിനിമ പിടിക്കാനുള്ള തത്രപ്പാടായിരുന്നു. ഇടയ്ക്ക് ന്യൂയോർക്ക് ഫിലിം സ്കൂളിലെ ഒരു ഫിലിം പ്രോഗ്രാമിലും ഒരു കൈ പയറ്റി നോക്കി. വെറും 2 ദിവസം. അവിടം വിടാൻ പ്രധാനമായും 2 കാരണങ്ങളായിരുന്നു. ഒന്ന്, പുലിസ്റ്റർ ജേതാവ് ഡേവിഡ് മാമത്തിന്റെ ഒരു വർക്കാണ് തൻ്റെ പ്രൊജക്റ്റ് എന്ന തരത്തിൽ പോൾ സബ്മിറ്റ് ചെയ്തത്. അതിന് C ഗ്രേഡ് നൽകി യൂണിവേഴ്സിറ്റി പോളിനെ ഞെട്ടിച്ചു. അത് പോരാഞ്ഞിട്ട് അവിടുത്തെ ഒരു അധ്യാപകന് ടെർമിനേറ്റർ 2വിനോട് പരമപുച്ചു. പിന്നെ പോൾ അവിടെ നിന്നില്ല. ഹോളിവുഡ് റിപ്പോർട്ടറും വെറൈറ്റിയും വായിച്ച് സിനിമകളുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റുകൾ മനഃപ്പാടമാക്കി അവൻ ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങി.
ചെറിയ ചില പടങ്ങളുടെ തിരക്കഥ എഴുതി, കുഞ്ഞു പരസ്യങ്ങൾ ചെയ്തു. ദ ക്വിസ് കിഡ്സ് ചാലഞ്ച് എന്ന TV ഷോയിൽ പ്രൊഡക്ഷൻ സഹായിയായി. ഒടുവിൽ ഒരു വഴി തുറന്നു. സിഗരറ്റ്സ് ആൻഡ് കോഫി എന്ന ഷോർട്ട് ഫിലിം. അത് ആദ്യ PTA ഫീച്ചറിലേക്കുള്ള ടീസർ ആയിരുന്നു. രണ്ടുപേർ ഇരുന്ന് സംസാരിക്കുന്നു. അതുമാത്രമാണ് ഈ ഹ്രസ്വചിത്രം. പറയുമ്പോൾ ലളിതമെങ്കിലും രണ്ടുപേർ തമ്മിലുള്ള ദീർഘ സംഭാഷണം സിനിമാറ്റിക്കായി പകർത്തുക എളുപ്പമുള്ള കാര്യമല്ല. PTA അതിൽ വിജയിച്ചു. 1993 സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം പ്രദർശിപ്പിച്ചു. അതുവഴി നിർമ്മാതാവ് റോബർട്ട് ജോൺസിലേക്കും ആദ്യ ഫീച്ചർ ഫിലിമിലേക്കും അയാൾ എത്തിച്ചേർന്നു. 1996 സിഗരറ്റ്സ് ആൻഡ് കോഫി ഹാർഡ് 8 എന്ന ഫീച്ചർ ഫിലിമായി PTA പുനരവതരിപ്പിച്ചു. അന്ന് അതത്ര കൊണ്ടാടിയില്ലെങ്കിലും സംവിധായകന്റെ സ്റ്റൈൽ, ഫിലോസഫി, ജോഗ്രഫി, വിഷ്വൽ സ്റ്റൈൽ എന്നിവയിലേക്കുള്ള സൂചനയായിരുന്നു ഹാർഡ് 8. കഴിഞ്ഞ ഒരു 20 വർഷങ്ങൾക്കിടയിൽ PTAയുടെ പടങ്ങൾ വലിയ തോതിൽ പരിണമിച്ചിട്ടുണ്ട്. 96 ഹാർഡ് 8 അല്ല 2025 വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ആദ്യകാല സിനിമകൾ കയോട്ടിക്കും ഡ്രാമാറ്റിക്കുമായിരുന്നെങ്കിൽ പിന്നീടുള്ളവ കുറച്ചുകൂടി ഇന്റലക്ച്വലായി മാറുന്നത് കാണാം. അപ്പോഴും തിരക്കഥയും വിഷ്വൽ സ്റ്റൈലും അതേ തീവ്രതയിൽ നിലനിൽക്കുന്നു. പോൾ തോമസ് ആൻഡേഴ്സൺ തിരക്കഥകൾ വായിക്കാൻ നല്ല രസമാണ്. ആ എഴുത്തിനെ ഷേക്സ്പീരിയൻ ശൈലിയുമായി താരതമ്യപ്പെടുത്തിയ ഹോളിവുഡ് മിത്തുകൾ വരെയുണ്ട്. 10 സിനിമകൾ മാത്രമാണ് ഈ അമേരിക്കൻ സംവിധായകൻ എടുത്തിട്ടുള്ളത്. അതിൽ ഹാർഡ് 8 തുടങ്ങി മഗ്നോളിയയിലൂടെ കടന്ന് ദെയർ വിൽ ബി ബ്ലഡിൽ എത്തുമ്പോഴേക്കും നമ്മൾ അയാളെ മോഡേൺ ഡേ മാസ്റ്റർ എന്ന് വിളിച്ചു പോകും. PTA ആൻഡേഴ്സന്റെ ആദ്യകാല സിനിമകളിൽ ന്യൂ ഹോളിവുഡിന്റെ സ്വാധീനം വ്യക്തമാണ്. അവ്യക്തമായ ആഗ്രഹങ്ങളുള്ള കഥാപാത്രങ്ങളും സിനിമാറ്റോഗ്രാഫിയിലെ പരീക്ഷണങ്ങളും ന്യൂ ഹോളിവുഡ് ഫിലിം മേക്കേഴ്സുമായി അയാളെ അവിശ്വസനീയമാം വിധം അടുപ്പിച്ചു. അത് അയാൾ മറച്ചു വെച്ചിട്ടില്ല. പറ്റുന്ന വേദിയിലൊക്കെ റോബർട്ട് ആൾട്ട്മാനും ജൊനാഥൻ ഡെമ്മയും റോബർട്ട് ഡൗണി സീനിയറും സ്കോസസിയും PTAയുടെ സംസാര വിഷയമായി. ഉദാഹരണത്തിന് ദ മാസ്റ്റർ എന്ന സിനിമയുടെ ഇതിവൃത്തത്തിൽ തന്നെ സ്കോസസി തെളിഞ്ഞു കിടപ്പുണ്ട്. ലോകത്ത് തന്റെ ഇടം എന്താണെന്ന അന്വേഷണം 2 വിധത്തിൽ നടത്തുന്നവരാണ് മാസ്റ്ററിലെ ഫ്രെഡി കൊല്ലും ടാക്സി ഡ്രൈവറിലെ ട്രാവിസ് ബിക്കിളും. ബുഗി നൈറ്റ്സിലെ ക്ലൈമാക്സ് സീക്വൻസിലെ മിറർ സീനിന് സമാനമായ ഒന്ന് റേജിംഗ് ബുള്ളിലുണ്ട്. കഥാപാത്രങ്ങളുടെ വികാരങ്ങൾക്കൊപ്പിച്ച ക്യാമറ ചലിപ്പിക്കാൻ PTA ശീലിച്ചത് 70കളിലെ ഈ ഹോളിവുഡ് ലെജൻസിൽ നിന്നാണ്. PTA കടിഞ്ഞാണ് അയച്ചു കൊടുക്കുന്ന മുറയ്ക്ക് ക്യാമറ തന്നിഷ്ടക്കാരനെ പോലെ നീങ്ങി. എഡിറ്റിങ്ങിന് വേഗത കൂടി. വിപ്പാനുകളിൽ ഒരു ആൻഡേഴ്സൺ സ്റ്റൈൽ തന്നെ ഉണ്ടായി വന്നു. ആൻഡേഴ്സന്റെ മറ്റൊരു പ്രത്യേകത ലോങ് ഷോട്ടുകളാണ്. ബുഗി നൈറ്റ്സിലെ ഓപ്പണിംഗ് സീൻ തന്നെ ഉദാഹരണം. 1977 സാൻ ഫെർണാണ്ടോ വാലി, സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ, അവർ തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നീങ്ങി പോളിന്റെ ക്യാമറ ഒപ്പിയെടുക്കുന്നു. അതെ, ഗുഡ് ഫെല്ലാസിലെ ഇതുപോലെ തന്നെ കൃത്യമായ കൊറിയോഗ്രാഫി ഈ സീനിൽ പ്രകടമാണ്. ആൻഡേഴ്സന്റെ ശരാശരി ഫ്രെയിം ലെങ്ത് തന്നെ 13 സെക്കൻഡാണ്. മുൻനിര സിനിമകളിൽ 2.5 സെക്കൻഡോളം മാത്രം ഫ്രെയിമുകൾ ഹോൾഡ് ചെയ്യുമ്പോഴായിരുന്നു ഇതെന്ന് ഓർക്കണം. ഓരോ ഫ്രെയിമിലും അയാൾക്ക് ഒരുപാട് പറയാനുണ്ട്. കഥാപാത്രങ്ങളെ കൃത്യമായി അടിമുടി നറേറ്റ് ചെയ്തു തരാൻ ഇത്തരം ലോങ് ഷോട്ടുകൾ സഹായിക്കുന്നതായി കാണാം. ഒരു പോൺ ആക്ടറിനെയും ഓയിൽമാനെയും ഹിപ്പി ഡിറ്റക്റ്റീവിനെയും ഒരേ കണിശതയോടെയാകും PTA കാണിക്കുക. അതിൽ വിട്ടുവീഴ്ചയില്ല. ദെയർ വിൽ ബി ബ്ലഡിൽ അല്ലെങ്കിൽ പഞ്ച് ഡ്രങ്ക് ലവിൽ കേന്ദ്ര കഥാപാത്രത്തെ ആദ്യം കാണിക്കുമ്പോൾ തന്നെ അവർ ആരെന്നും എന്തെന്നും വ്യക്തമാണ്. അത് കേവലം വസ്തുതാ വിവരണമല്ല, അവരുടെ ആഗ്രഹങ്ങളിലേക്കും ഭയങ്ങളിലേക്കുമാണ് ആദ്യ ഫ്രെയിം. ഈ ന്യൂ ഹോളിവുഡ് സ്റ്റൈൽ കരിയറിൽ മുഴുവൻ PTA പിന്തുടർന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഏതെങ്കിലും സ്റ്റൈലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവനല്ല താനെന്ന പ്രഖ്യാപനമാണ് ആൻഡേഴ്സന്റെ ഓരോ സിനിമയും. ബൂഗി നൈറ്റ്സും മഗ്നോളിയയും വിഷ്വലി സമാനമാണെങ്കിൽ നറേറ്റീവിൽ വ്യത്യസ്തമാണ്. പഞ്ച് ഡ്രങ്ക് ലവ് എന്ന റോംകോം ഇതിൽ നിന്നെല്ലാമുള്ള മാറ്റമായിരുന്നു. ഫ്രെയിമുകൾ കമ്പോസ് ചെയ്യുന്ന വിധം തന്നെ പോൾ മാറ്റി. കളർ പാലറ്റും ക്യാരക്ടറായി. ഈ റോംകോമിലേക്ക് ആൻഡേഴ്സൺ എത്തുന്നത് പോപ്പോയ് എന്ന കാർട്ടൂൺ കഥാപാത്രത്തിൽ നിന്നാണ്. നായകനിൽ പ്രണയം കൊണ്ടുവരുന്ന മാറ്റം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ പോപ്പോയെ കാണാം. അയാൾ നായികയിലേക്ക് ഓടിയെടുക്കുമ്പോൾ ക്യാമറ മൂവ്മെന്റ് കൊണ്ടും ലൈറ്റിംഗ് കൊണ്ടും പോൾ ആ അടുപ്പിക്കൽ അനുഭവിപ്പിക്കുന്നു. ആ കൂടിച്ചേരലിൽ നമ്മൾ സാക്ഷികളല്ല, പങ്കാളികളാണ്. അവരിൽ ഒരാളാണ്. പഞ്ച് ഡ്രങ്ക് ലവിന് ശേഷം ഒരു 5 വർഷത്തേക്ക് PTA പറ്റി ആരും ഒന്നും കേട്ടിട്ടില്ല. അയാൾ ഒരു കൊക്കൂണിനുള്ളിലേക്ക് പോയി. 2007 ലോകത്തെ ഏറ്റവും മികച്ച ഡ്രാമകളിലൊന്നുമായി ഒരു ശലഭത്തെ പോലെ പുറത്തു വന്നു. ദെയർ വിൽ ബി ബ്ലഡിൽ എത്തുമ്പോൾ വിഷ്വലിലും നറേറ്റീവിലും പൂർണ്ണമായി നിയന്ത്രണത്തിലെത്തിയ പോളിനെ കാണാം. ഡാനിയൽ പ്ലെയിൻവ്യൂ എന്ന കഥാപാത്രത്തെ അത്ര മനോഹരമായാണ് അയാൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇറങ്ങിയ വർഷം സിനിമയെ സംബന്ധിച്ച് അവിശ്വസനീയമായ വർഷമാണ്. ഒരേ വർഷം 3 മാസ്റ്റർ സംവിധായകരുടെ പടങ്ങൾ. പോളിന്റെ ദെയർ വിൽ ബി ബ്ലഡ്, കോയൻ ബ്രദേഴ്സിന്റെ നോ കൺട്രി ഫോർ ഓൾഡ് മാൻ, ഡേവിഡ് ഫിഞ്ചറിന്റെ സോഡിയാക്. 3 തലത്തിൽ അതിഗംഭീരം. ലണ്ടനിലേക്കുള്ളൊരു ട്രിപ്പിനിടെ ആൻഡേഴ്സനെ ഗൃഹാതുരത്വം വലച്ചതാണ് ഈ ക്ലാസിക്കിന്റെ പിറവിക്ക് കാരണമായത്. അവിടെ വെച്ചാണ് PTA അപ്റ്റൺ സിൻക്ലെയറിന്റെ ഓയിൽ എന്ന നോവൽ വാങ്ങുന്നത്. ആദ്യ വായനയിൽ തന്നെ സിനിമ മനസ്സിൽ വന്നു. കാലിഫോർണിയയിലെ എണ്ണ വ്യവസായി എഡ്വേർഡ് ഡൊഹേനിയുടെ ബയോപിക്കും ദ ട്രഷർ ഓഫ് സിയറ മാഡ്രെ എന്ന ജോൺ ഹൂസ്റ്റൺ ക്ലാസിക്കും PTയുടെ മനസ്സിലെ സിനിമയ്ക്ക് വ്യക്തത നൽകി. ഡാനിയൽ ഡേ ലൂയിസ് അവതരിപ്പിച്ച ഡാനിയൽ പ്ലെയിൻവ്യൂ അധികാരവും ദുരയും ഒത്തുചേർന്ന കഥാപാത്രമാണ്. ആ നടൻ സർവാംഗങ്ങൾ കൊണ്ടും ആ ദുരയുടെ മനുഷ്യരൂപമായി. റേഡിയോ ഹെഡ് ഗിറ്റാറിസ്റ്റ് ജോൺ ഗ്രീൻവുഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് അയാൾക്കും അയാളുടെ ചുറ്റുമുള്ള ലോകത്തിനും നിഗൂഢത നൽകി. ഒരു പുകമറ എണ്ണയ്ക്കായി കുഴിച്ചു ചെല്ലുന്ന പോലെ കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് തുരന്നു കയറുന്നതായിരുന്നു പശ്ചാത്തല സംഗീതം.
ജോൺ ഹൂസ്റ്റന്റെ വേൾഡ് വാർ II ഡോക്യുമെന്ററി ലെറ്റ് ദെയർ ബി ലൈറ്റ് ആണ് പോളിനെ മാസ്റ്ററിലേക്ക് എത്തിച്ചത്. 1966 ശേഷം 65mm ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു ഇത്. മുൻ സിനിമയിൽ ഡാനിയൽ ഡേ ലൂയിസ് ആയിരുന്നെങ്കിൽ ഈ സിനിമയിൽ ഫിലിപ്പ് സെയ്മൂർ ഹോഫ്മാൻ ആണ് അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയത്. നിരൂപകർ പ്രശംസിച്ചെങ്കിലും മാസ്റ്ററിന് ദെയർ വിൽ ബി ബ്ലഡിനോളം ഉയരാൻ സാധിച്ചില്ല. 2014 പോൾ തന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ തോമസ് പിഞ്ചണിൽ അഭയം തേടി. അമേരിക്കൻ പോപ്പ് കൾച്ചറിനെ എഴുത്തിലൂടെ കണക്കിന് പ്രഹരിച്ച പ്രതിസംസ്കാരത്തെ സ്വാധീനിച്ച എഴുത്തുകാരനാണ് പിഞ്ചൺ. അദ്ദേഹത്തിന്റെ നോവലായിരുന്നു അടുത്ത സിനിമ ഇൻഹെറന്റ് വൈസ്. പിഞ്ചണെ സ്ക്രീനിലെത്തിക്കാൻ ഏറ്റവും അനുയോജ്യൻ പോളാണ് എന്ന് വായനക്കാർ വാഴ്ത്തിപ്പാടിയപ്പോൾ പ്രേക്ഷകർക്ക് സിനിമ മനസ്സിലായില്ല. പിന്നാലെ വന്ന ഫാൻറ്റം ത്രെഡും ലാക്രോയ്സ് ബിസയും മികച്ച സിനിമകളായിരുന്നെങ്കിലും മികച്ച പോൾ തോമസ് ആൻഡേഴ്സൺ സിനിമകളായിരുന്നില്ല. 2025 PTA തിയേറ്ററുകളിലേക്ക് തിരിച്ചെത്തി. ഒരു കൂട്ടം റിബലുകൾക്കൊപ്പം അയാൾ ഡിക്കാപ്രിയോയെ കൊണ്ട് ഡിറ്റൻഷൻ സെന്ററുകളിൽ തടവിൽ കഴിയുന്ന കുടിയേറ്റക്കാരെ മോചിപ്പിച്ചു. തനി പോൾ തോമസ് ആൻഡേഴ്സൺ സ്റ്റൈലിൽ. ട്രംപിന്റെ അമേരിക്കയിൽ മാർവൽ DC സൂപ്പർ ഹീറോകൾക്ക് സാധിക്കാത്ത കാര്യമാണിതെന്ന് ഓർക്കണം. 1990 പ്രസിദ്ധീകരിച്ച തോമസ് പിഞ്ചൺ നോവലായ വൈൻലാൻഡ് ആയിരുന്നു സിനിമയുടെ പ്രചോദനം. 2013 വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിൽ കണ്ട ഡിക്കാപ്രിയോയെ വീണ്ടും കാണുന്നത് ഈ ചിത്രത്തിലാണ്. ഷോൺ പെൻ നടത്തത്തിൽ പോലും PTA ക്യാരക്ടറായി. ഫ്രണ്ട് 75 എന്ന കൗണ്ടർ കൾച്ചർ റിബലുകളിലൂടെയാണ് കഥ പോകുന്നത്. റിബൽ ചിട്ടവട്ടങ്ങളെ പരിഹസിക്കാനും വൈറ്റ് സുപ്രമിസ്റ്റുകളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാനും പോൾ മടിച്ചു നിന്നില്ല. വൈൻലാൻഡിൽ നിന്ന് റേസിസ്റ്റ് ഫെമിനിസ്റ്റ് വിമർശനങ്ങൾ എടുത്തപ്പോൾ ടെലിവിഷൻ പോലുള്ള മാധ്യമങ്ങൾ എങ്ങനെ സാംസ്കാരികമായി മനുഷ്യരെ ഭരണകൂടത്തിന് അടിമയാക്കുന്നുവെന്ന പിഞ്ചന്റെ നിരീക്ഷണം സിനിമയിൽ നിന്ന് പോൾ കട്ട് ചെയ്യുന്നു. ഇതേ മാധ്യമങ്ങളിലൂടെ ആ സന്ദേശം പറയുന്നതിന്റെ വിരോധാഭാസം ഓർത്തിട്ടാകണം ഈ ഒഴിവാക്കൽ. ഈ സിനിമയിലൂടെ വിപ്ലവം വിജയിക്കുന്ന ഉട്ടോപ്യൻ ഭാവിയെ പറ്റിയുള്ള പ്രതീക്ഷകൾ പോൾ മുന്നോട്ട് വെക്കുന്നില്ല. പൊളിറ്റിക്കൽ വയലൻസിനെ ആഘോഷിക്കുന്നുമില്ല. ഫാഷിസ്റ്റുകൾക്കെതിരായ പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. 35mm വിസ്റ്റ വിഷനിൽ മൈക്കിൾ ബൗമാനാണ് ഈ ചിത്രം ചിത്രീകരിച്ചത്. അക്ഷരാർത്ഥത്തിൽ ജോൺ ഫോർഡും ഹിച്ച്കോക്കും അരങ്ങുവാണ ഹോളിവുഡ് പ്രതാപകാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. എന്നാൽ ഇവരുടെ ആരുടെയും ദൃശ്യമാതൃക അല്ല ഈ സിനിമ പിന്തുടരുന്നത്. പരവേശം നിറഞ്ഞ ഷോട്ടുകളിൽ ഗറില്ല ഡോക്യുമെന്ററി സ്റ്റൈൽ കാണാം. പ്രത്യേകിച്ച് ഡിക്കാപ്രിയോയെ കാണിക്കുന്ന രംഗങ്ങളിൽ കഥാപാത്രങ്ങളുടെ പിന്നാലെ ക്യാമറ പായുന്നു. അവരില്ലാതെ ഒരിക്കലും അത് അനങ്ങുന്നില്ല. ഈ സിനിമയിൽ ഒരു ചേസിംഗ് രംഗമുണ്ട്. ലോക സിനിമയിൽ ആരും ഇതുവരെ റോഡ് കാണിച്ച ചേസിന്റെ ഉദ്വേഗം കാണികളിലേക്ക് എത്തിച്ചിട്ടുണ്ടാകില്ല. അതെ, PTA തന്റെ പ്രതാപകാലത്തേക്ക് ഈ സിനിമയിലൂടെ തിരിച്ചെത്തുകയാണ്. പോൾ ഇപ്പോഴും സാൻ ഫെർണാണ്ടോ വാലിയിൽ തന്നെയാണ്. വീട്ടിലെ TVക്ക് മുന്നിൽ ലേറ്റ് നൈറ്റ് ഷോ കണ്ട് അയാൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ഒരു സ്വപ്നത്തിലേക്കാണ് ആ വീഴ്ച. അയാൾക്കൊപ്പം നമ്മളും നൂഴ്ന്നു കയറി. ടിക്കറ്റ് എടുക്കാതെ ഒരു മിഡ് നൈറ്റ് ഷോ. ഫോൺ താരങ്ങളും കസീനോകളും തോമസ് പിഞ്ചണും പിന്നെ ഗോളാഡിയുമുള്ള ആ വാലി ഡ്രീമിലൂടെ അയാൾ അറിയാതെ നമ്മൾ അയാളെ പിന്തുടർന്നു. പെട്ടെന്ന് പുറകിൽ നിന്നൊരു കാലച്ച കേട്ട് അയാൾ നിന്നു. ആ സ്വപ്നത്തിൽ നിന്ന് അയാൾ ഉണരരുതേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഒളിച്ചു. ഒന്ന് ചിരിച്ച് അയാൾ മുന്നോട്ട് നീങ്ങി. നമ്മളും. പെട്ടെന്ന് അയാൾ നിന്നു. വിചിത്രമായ ശബ്ദത്തോടെ ഒരു ഹോട്ട് ഡോഗ് ചവച്ച് നിന്നുകൊണ്ട് അയാൾ നമ്മളെ തിരിഞ്ഞു നോക്കി. അതൊരു ഇമിഗ്രന്റ് ഡിറ്റൻഷൻ സെന്ററാണ്. അയാൾ ആ വലിയ ഫെൻസിന് മുകളിലേക്ക് ചാടിക്കയറി വിവാല റെവല്യൂഷൻ എന്ന മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കി. പ്രത്യഭിവാദ്യത്തിന് കാക്കാതെ അപ്പുറം ചാടി. സൈറനുകൾ, വെടിയൊച്ചകൾ. നമ്മളെ സ്വപ്നത്തിൽ പൂട്ടിയിട്ടിട്ടാണ് അയാൾ അപ്പുറം ചാടിയത്. നമ്മൾ ആ സ്വപ്നത്തിനുള്ളിലാണ്, ഒരു PTA ഡ്രീമിനുള്ളിൽ.